ബിബ്ലിക്കൽ സ്റ്റോറി എന്നല്ല, നന്മയുള്ള സിനിമകൾ പൊതുവേ കുറവാണ്. എല്ലാം മേർഡറും ഒളിച്ചോട്ടവും അങ്ങനത്തെ സിനിമകളാണ് കൂടുതലുള്ളത്. അപ്പോൾ മൂന്നാം നമ്പരം കെയിം ടു മീ ആസ് ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റായിട്ട് വന്നു. സാജൻ അത് പറയുമ്പോൾ എനിക്ക് സാജൻ അത്രത്തോളം ട്രസ്റ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കോൺഫിഡൻസിലാണ് ചെയ്യാൻ പോയത്. ചെറിയൊരു വേഷമാണ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഫുൾ ലെങ്ത് ക്യാരക്ടർ, അങ്ങനെയല്ല. പക്ഷേ ബൈബിളിൽ സിമിയോൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന 100 കവിഞ്ഞ് ജീവിച്ച ഒരു പുരോഹിതൻ ഹു വാണ്ടഡ് ടു സീ ക്രൈസ്റ്റ് ആൻഡ് ദെൻ ലീവ്. അപ്പോൾ അതിനുശേഷം അപ്പോൾ ആ സീനിലും പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ രക്ഷകനെ കണ്ടു കഴിഞ്ഞു, ഇനി നിനക്കെന്നെ വിളിക്കാം, സമാധാനത്തിലേക്ക് എന്നെ വിളിക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ ഞാൻ അഭിനയിച്ചത് എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജോഷി സാറ് കോസ്റ്റ്യൂം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഹി ഗേവ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഡബ് ചെയ്യാൻ വന്ന ഡബിങ് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പം ഐ റിയലി ലൈക്ഡ് ഇറ്റ്. കാരണം ദി ഔട്ട്കം വാസ് വെരി നൈസ്. അപ്പോൾ അത് കാണാൻ നല്ലൊരു വിഷ്വലാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി സന്തോഷം. കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് തന്നെ, കാരണം ഇങ്ങനെ ഒരു സിനിമ വരുന്നതും അതിൽ നമുക്കൊരു ക്യാരക്ടർ കിട്ടുക, അതെല്ലാം ഒരു നിമിത്തമായിട്ടാണ് തോന്നുന്നത്.